അവൾ. രചന ഖലീലുർ റഹ്മാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ൽ പഠിക്കുമ്പോഴാണ് അല്ലു അർജുൻ്റെ ഹാപ്പി സിനിമയൊക്കെ കണ്ട് പ്രണയത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ കരയേണ്ടതെങ്ങനെ, ചിരിക്കേണ്ടതെങ്ങനെ, പ്രണയിക്കേണ്ടതെങ്ങനെ എന്നൊക്കെ പഠിച്ചു വന്നത്. ആ സമയം ക്ലാസ്സിൽ തലതെറിച്ച പഠിപ്പായതുകൊണ്ട് തന്നെ ടീച്ചർമാരുടെ കുരുത്തം കെട്ട പൊന്നുമോനായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴാണ് ആയിഷ എൻ്റെ കാമുകി എന്ന പട്ടം സ്വന്തമാക്കുന്നത്. മൊഹബത്തിൻ്റെ കാലം. വാട്സപ്പ് ഇൻസ്റ്റയൊന്നും ഇല്ലാത്ത കാലമായിരുന്നുകൊണ്ട് തന്നെ പ്രണയം വാക്കുകളിൽ, കവിതകൾ ചുമരുകളിൽ തീർത്തിരുന്ന മനോഹരമായ മൊഹബത്തിൻ്റെ കാലം. ആ കാലം ആസ്വദിച്ചു വരുമ്പോഴേക്കും അവിടെ വീട്ടിൽ പിടിച്ചു. അടിയുമിടിയുമായി തവിട് പൊടിയായി എൻ്റെ കുഞ്ഞു ഹൃദയത്തിലെ മനോഹര പ്രണയം. ഇനിയും നീയായിട്ട് ബന്ധം വെച്ച ഉമ്മ ചത്തുകളെന്നാ പറഞ്ഞേക്കണത്. അന്ന് കണ്ണുനീരിൻ്റെ അകമ്പടിയോട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ എനിക്കൊരു മറുപടി ഇല്ലായിരുന്നു. അത്രയും സുന്ദരമായ കുഞ്ഞുമുഖം കണ്ണുനീര് കൊണ്ട് വികൃതമായതുകൊണ്ടാവണം എൻ്റെ കണ്ണുകൾ താഴ്ന്നു തന്നെ നിന്നു. കാരണം അവൾ അത്രയും രഹസ്യമായി വെച്ചിരുന്ന ഞങ്ങളുടെ പ്രണയം അവളുടെ വീട്ടിൽ പിടിച്ചത് എൻ്റെ പിടിപ്പേടുകൊണ്ട് മാത്രമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അവൾ ക്ലാസ്സിൽ വന്നിരുന്നില്ല. വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നുവെങ്കിലും അവളുടെ സുഹൃത്ത് അത് പറയുന്നവരെ മാത്രമായിരുന്നു എൻ്റെ പ്രതീക്ഷകൾ. ആയിഷാൻ്റെ ഉപ്പാക്ക് സ്ഥലം മാറ്റായിത്രേ, ഓള് സ്കൂൾ മാറിപ്പോവാ. എൻ്റെ ചങ്കൊന്ന് പിടഞ്ഞു. കുഞ്ഞു ഹൃദയമല്ലേ. ആരും കാണാതെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ഉരുണ്ടി ചാടി. 3 മാസത്തെ പ്രണയത്തിൻ്റെ അവസാനത്തിന് ഇത്ര വേദന കാണുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളായിരുന്നു എന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിലും അറിയുന്ന ഭാഷയിൽ പ്രണയം തൂകി കൈമാറിയ കത്തുകൾ ഓരോന്നും ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചു. എൻ്റെ ആദ്യ പ്രണയം എൻ്റെ ആയിഷയുടെ ഓർമ്മയ്ക്കായി. ഇന്നിപ്പോൾ ഇൻസ്റ്റയും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ആയി. ഞാൻ ഒരുപാട് മാറി. മെലിഞ്ഞൊരു കോലി രൂപത്തിൽ നിന്ന് ഞാനൊരു പുരുഷനായി. ആരും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പുരുഷൻ. എനിക്ക് പ്രണയിക്കാനും സ്നേഹം വാരിക്കോരി വിളമ്പാനും വീട്ടിലൊരുത്തിയ മഹർജാർത്തി തന്നെ കൊണ്ടുവന്നു എൻ്റെ ഫർസാന. അവൾക്കുള്ള സ്നേഹം പകുത്തു നൽകാൻ ഒരു കുഞ്ഞു കാന്താരി കൂച്ച്, എൻ്റെ മോൾ ഐറിൻ. അങ്ങനെ ഞാനും ബീവി എൻ്റെ മോളുമായിട്ട് ജീവിതം സന്തോഷമായി കഴിഞ്ഞിരുന്ന സമയം 3 മാസങ്ങൾക്ക് മുന്നേ വരെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും നടക്കാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇൻസ്റ്റാ റിക്വസ്റ്റ് വന്നു. കൂടെ ഒരു മെസ്സേജ്. അറിയോ, ആയിഷ ഷാനു എന്ന പേരുള്ള ഒരു ID. ചങ്കൊന്ന് പെരുമ്പറ കുട്ടി. ആ പേരിൽ മനസ്സൊന്ന് ഉടക്കിയോ? അതെ, അതവൾ തന്നെ, ആയിഷ. ആ കുഞ്ഞു സുന്ദരി എന്ന് വളർന്നു വലുതായി ഒരു വലിയ സുന്ദരി പെണ്ണായിരിക്കുന്നു. അതിസുന്ദരി. എന്നാലും മെലിഞ്ഞിട്ടുണ്ട്. മുഖത്ത് കാര്യമായ മാറ്റങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പാടുവിട്ടില്ല. ആ വട്ടമുഖത്തിലെ കുഞ്ഞിക്കണ്ണുകൾ നഷ്ടപ്പെടുത്തിയ പ്രണയിനെ ഓർമ്മപ്പെടുത്തുമ്പോഴേക്കും അടുത്ത മെസ്സേജ് വന്നു. ഹലോ. പിന്നെ മറുപടി നൽകാൻ താമസിച്ചില്ല. ഹായ്, സുഖമല്ലേ? സുഖം. എന്നാൽ എൻ്റെ ഒരു DP ഉള്ള ഫോട്ടോ മാത്രം വെച്ചുള്ള ID അവൾ എങ്ങനെ കണ്ടുപിടിച്ചു? അതും ഇന്ന് താടി വെച്ച് ഒരുപാട് മാറ്റങ്ങൾ വെച്ചുള്ള ആ ഫോട്ടോ കണ്ടിട്ട് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കുന്നുകൂടി. സംശയം മനസ്സിലിട്ട് വീർപ്പിച്ചാൽ ശ്വാസം മുട്ടുന്നൊരു പ്രത്യേകതരം അസുഖങ്ങൾ കൊണ്ട് തന്നെ ഒട്ടും താമസിക്കാൻ ഞാനത് അവളോട് ചോദിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നെ അവൾ എന്നെ ഞെട്ടിച്ചു. നീ മാതൃഭൂമിയുടെ ഇൻസ്റ്റാ പേജിൽ ഒരു ന്യൂസിനോടുത്ത കമൻറ്റ് കണ്ടു. അപ്പോഴേ ID ശ്രദ്ധിച്ച്. അപ്പം തന്നെ ID കയറി നോക്കുകയും ചെയ്തു. ബർത്ത്ഡേ സെലിബ്രേഷൻ പോസ്റ്റ് സ്റ്റോറി കണ്ടപ്പോൾ തന്നെ നീയാണെന്ന് കൺഫേം ചെയ്തു. ചോദിക്കും മുന്നേ എൻ്റെ മനസ്സിലെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടി. ആ മറുപടി പറയുമ്പോൾ ആ ചുണ്ടിലൊരു പുൻസിരി വിരിഞ്ഞു പോകും. എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു. ഇപ്പോഴും എൻ്റെ ബർത്ത്ഡേക്ക് ഓർക്കാറുണ്ടോ നീ? എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് അവളുടെ പേരെല്ലാം ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. അല്ലെങ്കിൽ ജീവിതം എൻ്റെ കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ പ്രണയത്തെ മറവിയുടെ കയത്തിലേക്ക് തള്ളിയിട്ട് കാണും. നിന്റെ ബർത്ത്ഡേക്കായിരുന്നല്ലോ എന്നെ പ്രപ്പോസ് ചെയ്ത്. സോ ഡേറ്റ് മറന്നിട്ടില്ല. ആ ഒരു മറുപടിയിൽ ഞങ്ങൾ വീണ്ടും പഴയ 8ാം ക്ലാസ്സുകാരായിപ്പോയി. കുഞ്ഞി പാവാടയും കുപ്പായവും അതിൽ വളച്ചു കുത്തിയ മക്കനെയും ഇട്ട ഐഷപ്പെണ്ണും, കുരുത്തക്കേടിൻ്റെ ഉസ്താദും പഠിപ്പിയും ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള നവാസും, അവരുടെ ദിവസങ്ങളിൽ ഒതുങ്ങിയ പ്രണയകഥകളും തുരിതരാ മെസ്സേജുകളിലൂടെ 2 പേരും ഓർമ്മകളിൽ നിന്നെടുത്ത് തുടുത്ത് വിട്ടുകൊണ്ടിരുന്നു. അത്രയും ഇഷ്ടത്തോടെ. ഇടയ്ക്കെപ്പോഴോ ഓർമ്മ വന്നപ്പോൾ ആരും കാണാതെ എപ്പോഴേക്കോ മറവിൽ സൂക്ഷിച്ചു വെച്ച പ്രണയലേഖനങ്ങൾ ഓരോന്നായി തപ്പിപ്പിടിച്ച് അയച്ചു കൊടുത്തു. അധികം വൈകാതെ തിരിച്ചും വന്നു ചില കത്തുകളുടെ ഫോട്ടോസ്. മനസ്സ് അതിവേഗം അവളിലേക്ക് അടുക്കുന്ന പോലെ. സമയം പോലും ശ്രദ്ധിക്കാൻ നീണ്ടുപോയ ചാറ്റുകൾക്കിടയിൽ എപ്പോഴോ ഞാൻ അവളുടെ ഫാമിലിയെ പറ്റി ചോദിച്ചു. അവളിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിളാണ്. പെർഫെക്റ്റ് മാച്ചിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് കൂടെ 32 പല്ലും കാണും വിധമുള്ള ഇമോജിയും കൂടെ അയച്ചു. ആ ചിരി എന്തൊക്കെയോ വേദന മറക്കാനുള്ളതെന്ന പോലെ. പെട്ടെന്നെന്തോ ഹൃദയത്തിലൊരു കനം പോലെ. അവൾ ഇന്നും എൻ്റെ ഓർമ്മകളിൽ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. ഇങ്ങനെയും ഒരാൾക്ക് പ്രണയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ നിമിഷം. നിസ്വാർത്ഥമായി എൻ്റെ കുടുംബത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാനും കല്യാണം കഴിച്ചില്ലെന്ന് നുണ പറയിച്ച നിമിഷം.
എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞ്? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞിൻ്റെ വാപ്പയായ ഞാൻ അവളുടെ പ്രണയത്തിനു മുമ്പിൽ തോറ്റുപോകുമെന്ന് തോന്നിയതുകൊണ്ടാവും അങ്ങനെ ഒരു നുണ പറയാൻ ഹൃദയം പ്രേരിപ്പിച്ചത്. ആ നിമിഷം ഹൃദയം ഒന്ന് വേദനിച്ചു, അറിയില്ല. പക്ഷെ ആ ബന്ധം വീണ് കുറച്ച് നാളുകൾ നീണ്ടു. ഇന്നേ വരെ ജീവിതത്തിലുണ്ടായത് ഓരോന്നും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ജീവിതം മുത്തശ്ശി കഥകൾ കേൾക്കുന്ന കുഞ്ഞുകുട്ടിയെ പോലെ ഞാൻ അതെല്ലാം കേട്ടിരിക്കുകയും ചെയ്തു, അത്രയും ഇഷ്ടത്തോടെ. ഡിഗ്രി കഴിയും വരെ വീട്ടിൽ കല്യാണം പറഞ്ഞുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നു അത്രേ. അതിൽ പിന്നെയാണ് ആലോചനകൾ കാണിച്ചുള്ള വിളികൾ തുടങ്ങിയത്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനാണ് കൊച്ചിക്ക് മാറിയത്. ജോലിയായപ്പോഴും കല്യാണാലോചനകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നു അത്രേ. അവസാനം മനസ്സിൽ ഇന്നും ആ 8ാം ക്ലാസ്സുകാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം പുറത്തായ മട്ടായി. അവൾക്ക് അന്നൊരു പ്രശ്നമേ അല്ലെന്ന മട്ടിലായിരുന്നു മെസ്സേജുകളെല്ലാം. അവൾ അതിലെല്ലാം ഒരുപാട് സന്തോഷിച്ച പോലെ. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്ന് കേട്ടപ്പോൾ ആകെ എന്തോ പോലെയായി. ഹൃദയത്തിൽ ഒരു കല്ല് കയറ്റി വെച്ച പോലെ. എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ ചതിക്കുകയാണല്ലോ എന്ന് മനസ്സും പറഞ്ഞു തുടങ്ങി. എൻ്റെ പ്രണയം, നിനക്കായി ഇത്ര കാത്തിരുന്നതിൽ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ആരുമില്ലെങ്കിലും എനിക്ക് നീയുണ്ടല്ലോ. ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു അത്. ഒരുപാട് പ്രതീക്ഷകൾ തിങ്ങി നിറഞ്ഞൊരു വോയിസ്. ആ വോയിസ് അയക്കുമ്പോൾ അവിടെ കണ്ണ് നിറഞ്ഞു കാണും, സന്തോഷത്തോടെയാവും. കുറ്റബോധം എൻ്റെ ഉറക്കത്തെ കൊന്നൊടുക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യയുടെയും മോളുടെയും മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാത്തത്രയും വലിയ കുറ്റബോധം അതെന്നെ ജീവനോടെ കാർന്ന് തിന്നുന്ന പോലെ. ആ ഒരു നിമിഷത്തിൽ എന്തെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു, അവളോടൊരു വാക്ക് പോലും പറയാതെ. നമ്പർ കൈമാറാത്തതുകൊണ്ട് തന്നെ ആകെയുള്ള ബന്ധം ഇൻസ്റ്റ വഴി മാത്രമായിരുന്നു. എന്തോ എവിടെയോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് തോന്നിയിരുന്നെങ്കിലും ഭാര്യയെയും കുഞ്ഞിനെയും മറന്ന് പറഞ്ഞ നുണകൾ ഏറ്റുപറയാൻ ഒരു കുറ്റസമ്മതം നടത്താൻ മനസ്സ് സമ്മതിച്ചില്ല. ഇന്നലെ ഞങ്ങളുടെ വിവാഹവാർഷികമായിരുന്നു. ഇത് തന്നെയാണ് എല്ലാം തുറന്നു പറയാൻ നല്ല സമയമെന്ന് തോന്നി. ഇനിയും മറച്ചു വെക്കാൻ മടിച്ചെന്ന എൻ്റെ മനസ്സിനെ ഞാൻ കടിഞ്ഞാണിട്ടു. ഞാൻ പഴയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൊടി തട്ടിയെടുത്തു. അന്ന് ആദ്യമായി ആ ലോകം എൻ്റെ ഹൃദയത്തെ കൊത്തി വലിക്കുന്ന പോലെ തോന്നി. കുറ്റബോധം താങ്ങിയുള്ള ഈ ജീവിതം അടുത്ത പോലെ. രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ ഫാമിലി ഫോട്ടോ സ്റ്റോറി വെച്ചു. കൂടെ എൻ്റെ ഭാര്യ എന്നെ വാനോളം പുകഴ്ത്തി എഴുതിയ വാക്കുകൾ അടങ്ങിയ ആനിവേഴ്സറി വിഷസ് കൊണ്ടുള്ള അവളുടെ സ്റ്റോറി അവൾ എന്നെ മെൻഷൻ ചെയ്ത് സ്റ്റോറി വെച്ചിരുന്നു. അതും ഞാൻ റെമിനേഷൻ ചെയ്തു. എന്തോ ആ നിമിഷം ഹൃദയം വിരൽ ഒരുപോലെ വിറച്ചിരുന്നു. പിന്നീടൊന്നും നോക്കാൻ തോന്നിയില്ല. ഇന്ന് രാവിലെ എനിക്കാദ്യം അവൾ എൻ്റെ സ്റ്റോറി കണ്ടോ എന്ന് അറിയണമായിരുന്നു. ഞാൻ വേഗം ഇൻസ്റ്റാ തുറന്നു നോക്കി. അതിൽ 3 മാസമായി എനിക്ക് മുടങ്ങാതെ അവളുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു. അവളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം എന്നോട് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം അവൾ ഒരുപാട് സ്നേഹത്തോടെ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള അന്നത്തെ അവസാന മെസ്സേജുകൾ. അതിലൂടെ കണ്ണെന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി. ഇന്നലെ എൻ്റെ സ്റ്റോറിക്കും അവളുടെ റിപ്ലൈ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിരുന്നു അല്ലേ? എന്നോട് പറയായിരുന്നു. ഞാനൊന്നും ഒട്ടും പ്രതീക്ഷകളില്ലാതിരുന്ന ജീവിതത്തിൽ നീയും എന്നെ പോലെ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ആരൊക്കെയും ഉണ്ടെന്ന് തോന്നി തുടങ്ങിയിരുന്നു. എന്തിനാ എന്നെ പറ്റിച്ചേ? അത്രയും വേദനയോടെയുള്ള ആ ശബ്ദം എൻ്റെ ഹൃദയമിടിപ്പ് ഒരു വേള നിർത്തിയോ. കൈയും കാലുമെല്ലാം തളർന്ന പോലെ തോന്നി. തുടർന്ന് വന്നിരുന്ന വോയിസ് ഞാൻ ഓപ്പൺ ചെയ്തു, അത്രയും പേടിയോടെ. അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കെല്ലാം മനസ്സിലായേനെ. ഇന്നിപ്പോൾ വീണ്ടും ഞാൻ ഒറ്റക്കായി, ആരില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അല്ലേ? അവളുടെ ഓരോ വാക്കുകളും ഹൃദയത്തിൽ അമ്പ് പോലെ തുളച്ചു കയറി. കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. എന്തു വേണമെന്നറിയാതെ ശ്വാസം മുട്ടി തുടങ്ങി. അവളുടെ ഹൃദയം അതുപോലെ വേദനിച്ച് കാണില്ലേ, തളർന്നു കാണില്ലേ? ഞാൻ എത്രയും വലിയ ക്രൂരനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഹൃദയം പൊട്ടുമ്പോൾ കൺമുമ്പിലെല്ലാം മിന്നി മായുന്നുണ്ടായിരുന്നു. ഓർക്കാതെ പറഞ്ഞൊരു നുണ, ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞ നുണ, അതിന്ന് ഞാൻ എത്ര ക്രൂരനാണെന്ന് ഓർമ്മപ്പെടുത്തി. ചന്ദനത്തിരികളുടെ ചാരത്ത് വെള്ള പുതച്ച് കിടക്കുമ്പോഴും ചുറ്റും കരച്ചിൽ മാത്രം. ആരോ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഹാർട്ട് അറ്റാക്ക് ആണെന്നാ കേട്ട്. ചെറിയ പയ്യനായിരുന്നു, പാവം. ആൾക്കൂട്ടത്തിനിടയിൽ ആ പഴയ ചുവന്ന കണ്ണുകൾ ഞാൻ വീണ്ടും കണ്ടു, അത്രയും വേദനയോടെ. അപ്പോഴും ആ മുഖം കണ്ണീരാൽ വികൃതമായിരുന്നു.